ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാൻഡ് പിക്ക് കളക്ഷൻസ് സാരീസ് കാണിക്കാനായിട്ടാണ്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ കാണിച്ച വീഡിയോയിൽ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻ്റെ ഈസ്റ്ററിൻ്റെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേസ്റ്റൽ കളർ സാരീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇന്ന് നമ്മൾ വൈറ്റും പേസ്റ്റൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഒത്തിരി എൻക്വയറീസ് നമുക്ക് വൈറ്റ് സാരീസിന് ഇപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുപോലെ ലാസ്റ്റ് നമ്മൾ കാണിച്ച ആ ഒരു പേസ്റ്റൽ കളർ സാരീസ് നമുക്ക് അത് ആ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ആ പാറ്റേൺ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് പാറ്റേണും ആ ഒരു മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസമുള്ള ഡിസൈൻസിലുള്ള ആ സാരീസ് നമുക്ക് റീസ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പാറ്റേൺ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ പിക്ചേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ തന്നെ വരുന്ന ഈ ഒരു വൈറ്റ് കളറിലെ സാരിയാണ്. ഇത് നെറ്റ് കട്ട് വർക്ക് പാറ്റേണിലുള്ള സാരിയാണ്. നമ്മൾ ഓൾറെഡി വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം പാറ്റേണിലുള്ള നെറ്റ് കട്ട് വർക്ക് സാരിയാണ്. അതിൻ്റെ വൈറ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയി. നേരത്തെ നമുക്കിതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് പീച്ച്, ഗ്രീന്, ലാവൻഡർ അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വൈറ്റ് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. അന്ന് ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ ഒരു പാറ്റേൺ വൈറ്റിൽ അവൈലബിൾ ആവുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജസ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈസ്റ്ററിൻ്റെ കളക്ഷനായിട്ട് നമ്മളിത് വൈറ്റിൽ ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. നെറ്റ് കട്ട് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് റോസ് ഫ്ലവേഴ്സ് ഒക്കെ ഇത് കണ്ടോ, നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഇത് ആ ഒരു ഇവിടെ ക്ലോത്തിൻ്റെ നെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും. എന്നാൽ നല്ല ആ ഒരു നെറ്റ് കട്ട് വർക്കിൻ്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേണിലുള്ള ബോർഡറാണ്. ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറും ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പല്ലുവിൻ്റെ എൻ പോർഷനാണ്. പല്ലുവിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ആ ഒരു വർക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുൾ ബോർഡറിലും ഈ ഒരു വർക്ക് വരുന്ന പോലെ ഈ സാരി വരുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ബോഡി പോർഷനിലെല്ലാം ഇതേ റോസ് ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു റോസ് ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ ഉണ്ട്. അതിൻ്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ ആ നെറ്റ് കട്ട് വർക്ക് വരുന്നത് പോലെയാണ് വരുന്നത്. ബാക്കി നോർമൽ ആ റോസ് ഫ്ലവേഴ്സ് എംബ്രോയിഡറി വന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ വരുന്നത് ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പോലെ ആ ഒരു ഗ്യാപ്പ് വരുന്നത് പോലെ ഫുൾ ആ ഒരു ബോഡിയിലും ഇതുപോലത്തെ റോസ് ഫ്ലവേഴ്സ് ഉണ്ട്. പല്ലു പോർഷനിൽ കുറച്ചുകൂടി അടുത്തടുത്ത് ഫ്ലവേഴ്സ് വരും. ആ ഒരു ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ലീഫ് പാറ്റേണിൽ കുറച്ചുകൂടി അകലത്തിൽ വരുന്നത് പോലെ ആ പാറ്റേൺ വർക്ക് വരും. പല്ലു പോർഷനിലാണ് ഈ റോസ് ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ വരുന്നത്. ബാക്കി ബോഡി പോർഷനിലോട്ട് വരുമ്പം ഈ ലീഫിൻ്റെ പാറ്റേണിലാണ് ഈ ബോഡി പോർഷനിലുള്ള ഡിസൈൻ വരുന്നത്. ലീഫും നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കുറച്ച് ഭാഗം നെറ്റ് കട്ട് വർക്കും ബാക്കി എംബ്രോയിഡറി വരുന്നത് പോലെ ആ ഒരു പാറ്റേണിലാണ് ഈ നെറ്റ് കട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിൽ വരുമ്പോഴും ഈ ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് സ്ലീവിൽ ഈ ഒരു നെറ്റ് കട്ട് വർക്കിൽ വരുന്നത്. ആ ഒരു ഫുൾ ബോഡിയിലും ഈ ഒരു ലീഫ് പാറ്റേൺ സ്കാറ്റർ ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വൈറ്റ് സാരിയാണ്. സോഫ്റ്റ് കോട്ട മെറ്റീരിയലാണ്. നമുക്ക് ലാസ്റ്റ് വീഡിയോസിൽ കമൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് കോട്ട നമുക്ക് സിംഗിൾ ലെയറിൽ കാണിച്ചു തരുമോയെന്ന്. സോഫ്റ്റ് കോട്ട സിംഗിൾ ലെയർ വരുമ്പോഴത്തേനും ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ നോർമൽ കോട്ട മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയതുപോലെ തന്നെ സിംഗിൾ ലെയറിൽ സോഫ്റ്റ് കോട്ടയും ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു പാറ്റേണിലാണ് സോഫ്റ്റ് കോട്ട മെറ്റീരിയലും വരുന്നത്. സെയിം നമ്മൾ ആ കോട്ട ഫാബ്രിക്കിൻ്റെ എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത് സോഫ്റ്റും വരുന്നത്. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു നെറ്റ് കട്ട് വർക്ക് ഫുൾ ബോർഡറിലും വരുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉള്ളൊരു പാറ്റേൺ ആയിരുന്നു ഈ ഒരു കട്ട് വർക്ക് സാരീസിൻ്റെ. അപ്പോൾ അതിൻ്റെ വൈറ്റ് കളർ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സ് ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടില്ല. ഇതിൻ്റെ വൈറ്റ് കളർ നമുക്കിപ്പം ഈസ്റ്ററിൻ്റെ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2925 ആണ്. 2925 റുപ്പീസാണ്. അതുപോലെ നമ്മൾ വീഡിയോസിൽ സാരീസിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി കമൻസ് നമുക്ക് വരുന്നുണ്ട്. ഫുൾ വീഡിയോസ് കാണാത്തത് കൊണ്ടോ സ്കിപ്പ് ചെയ്തൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും പ്രൈസ് പറയുന്നത് സ്കിപ്പായി പോകുന്നത്. നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസും സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ്, അതായത് സെയിൽ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ അതിനകത്ത് പ്രൈസ് ഇടാറുണ്ട്. അതുപോലെ പ്രൈസ് നമ്മൾ മെൻഷൻ ചെയ്യാറുമുണ്ട്. വീഡിയോയുടെ മുകളിൽ നമ്മൾ എഴുതി കാണിക്കാറുമുണ്ട്. അതുപോലെ ഓരോ സാരീസും ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ പറയാറുമുണ്ട്. എന്നാലും നമ്മളടുത്ത് വാട്സാപ്പിൽ ആൾക്കാർ പ്രൈസ് ചോദിക്കുമ്പോൾ നമ്മൾ അന്നേരം പറയുന്നുണ്ട്. പക്ഷേ കമൻ്റായിട്ട് ഒത്തിരി ആൾക്കാരും പ്രൈസ് ഇടാവോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2925 ആണ്. അതുപോലെ ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്ലീവ്സിൽ ഈ ഒരു ലീഫ് പാറ്റേൺ വരുന്നത് പോലെയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കോട്ടാസ് സോഫ്റ്റ് കോട്ട സാരീസിലൊക്കെ വരുന്നത് പോലെ ഒരു ചന്തേരി മിക്സ് ഫാബ്രിക് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഈ സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ്. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു മെറ്റീരിയലാണ്. കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻസി കുറഞ്ഞ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. എന്നാലും ലൈനിങ് ഇട്ട് തയ്ക്കേണ്ട ബ്ലൗസ് തന്നെയാണ്.
അതിൽ ഈ നമ്മുടെ ആ ഒരു സ്ലീവ് പോർഷനിൽ ഈ ഒരു നെറ്റ് കട്ട് വർക്കിന്റെ ആ ഒരു ലീഫ് പാറ്റേൺ നമ്മുടെ ബോഡിയിൽ ഫുള്ളുള്ള ആ ഒരു നെറ്റ് കട്ട് വർക്കിന്റെ പാറ്റേൺ രണ്ട് സ്ലീവിലും വരുന്നത് പോലെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത്. അങ്ങനെ ഡിസൈൻ ഉള്ള ബ്ലൗസ് തന്നെയാണ്. നമുക്ക് നേരത്തെ ചില സാരീസിലൊക്കെ ഈ പറഞ്ഞ പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുമ്പോൾ നെറ്റ് കട്ട് വർക്കിന്റെ പാറ്റേൺ വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ചെറിയ മോട്ടീവ് നമുക്ക് രണ്ട് സ്ലീവിലും വരുന്നത് പോലെയാണ് സാരീസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കട്ട് വർക്ക് ബോർഡർ വരുന്ന ഹെവി എംബ്രോയിഡറി ഉള്ളൊരു സാരിയാണ്. ഇതിനകത്ത് ഹെവി ആയിട്ട് നല്ലൊരു വീതിയിൽ ഹെവി ആയിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറിലും ഫുള്ളായിട്ടും അതുപോലെ ചെറിയ ചെറിയ പൂക്കൾ ഇതിന്റെ ഫുൾ ബോഡിയിലും വരുന്നത് പോലത്തെ സിൽക്കി കോട്ട ഫാബ്രിക്, സൂപ്പർ നെറ്റ് സിൽക്കി കോട്ട ഫാബ്രിക് വരുന്ന ഒരു സാരിയാണ്. ഇതിന് നല്ല ഹെവി ആയിട്ട് ഈ സാരിയുടെ എംബ്രോയിഡറി തന്നെ വന്നിരിക്കുന്നത്. രണ്ട് വശത്തെ ബോർഡറിൽ ഇത്രയും ഭംഗിയിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊരു ബാപ്റ്റിസം അല്ലെ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹെവി വർക്കുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഫുൾ ബോർഡറിലും ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു നോർമൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സാരിയിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഒക്കെയുള്ള കുറച്ച് നല്ല ഭംഗിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ആ ലീഫ് പാറ്റേൺ ലൈനിന്റെ ബോർഡർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു കട്ട് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഇത്രയും ഈ ഒരു വീതിയിൽ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഒരു കൈപ്പത്തി വീതിയിൽ നമുക്ക് ഈ ഒരു പാറ്റേണിന്റെ ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോഡി പോർഷനിലാണെങ്കിലും അടുത്ത് തന്നെ, അതായത് ഒത്തിരി അകലത്തിലല്ലാതെ അടുത്തടുത്ത് തന്നെ ഈ ഫുൾ കുഞ്ഞു ഫ്ലവർ പാറ്റേണും വന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ട് വശത്തുള്ള ബോർഡറിലും പല്ലുവിന്റെ എൻഡും ഇതുപോലെ ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഹെവി എംബ്രോയിഡറി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സാരി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന സാരിയാണ്. എന്നാലും നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോൾ കോമൺലി നമ്മൾ കാണുന്ന ഒരു വൈറ്റ് സാരിയുടെ ലുക്ക് അല്ലാണ്ട് കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഈ ഒരു വൈറ്റ് സാരീസ് ഉടുക്കുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയി പോകുന്നു, അത് വൈറ്റ് എംബ്രോയിഡറി വരുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയി പോകുന്നു, വർക്ക് ഹൈലൈറ്റ് ചെയ്യില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് ഈ ഒരു സാരി നല്ല ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഇതുണ്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു എംബ്രോയിഡറി ആ ഒരു സാരിയിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ട് ഉടുത്താലും അതുപോലെ അഴിച്ചിട്ട് ഈ പറഞ്ഞ സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാലും ഈ പറഞ്ഞ കുറെ ആൾക്കാർക്കൊക്കെ അത് കംഫർട്ടബിൾ ആയിട്ട് അഴിച്ചിട്ട് ഉടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഉടുക്കുന്നവർക്കാണെങ്കിലും അല്ല ഈ ഇച്ചിരി ഒരു കെയർലെസ് ആയിട്ട് ഫ്ലീറ്റഡ് എടുത്ത്, അതായത് ചുമ്മാ 2-3 ഫ്ലീറ്റ്സ് ചുമ്മാ എടുത്ത് ഉടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ചുമ്മാ എടുത്ത് വെച്ച് ഉടുക്കുന്നവർക്കാണെങ്കിലും നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബോർഡർ വർക്കാണ്. കട്ട് വർക്ക് ബോർഡർ ആയതുകൊണ്ട് അതിൻ്റെ പ്രൈസ് ഇത്രയും വരുന്നതും ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3000 എബവ് വരും. 3375 ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഇത്രയും ഇങ്ങനെ ഈ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ലീഫ് പാറ്റേൺ കട്ട് വർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സാരിക്ക് ഇത്ര റേറ്റ് വരുന്നത്. രണ്ട് വശത്തെ ബോർഡറിലും പല്ലുവിലും ഈ ഒരു ഫ്ലവർ പാറ്റേൺ, ഈ ഒരു ഫ്ലോറൽ വർക്ക് പാറ്റേണും ഈ ഒരു ചെറിയ ലീഫ് പാറ്റേണിന്റെ കട്ട് വർക്കും വരുന്നത്. ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കട്ട് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നോർമലി നമുക്ക് കട്ട് വർക്ക് പാറ്റേൺസിനൊക്കെ കുറച്ച് റേറ്റ് വരും. നോർമൽ വർക്കിനേക്കാളും ഒക്കെ ചുമ്മാ എംബ്രോയിഡറി വന്നു പ്ലെയിൻ ബോർഡർ വരുന്നതിനേക്കാളും കട്ട് വർക്ക് ബോർഡേഴ്സിനൊക്കെ ഇച്ചിരി പ്രൈസ് കൂടുതൽ വരും. എന്നാലും ഇത്രയും ചെറിയ വർക്ക് ആയതുകൊണ്ട്, അതായത് ഇത്രയും ചെറിയ ലീഫ് പാറ്റേൺ ഇത്രയും തിക്കായിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരിക്ക് ഇത്ര റേറ്റ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും സിൽക്കി കോട്ട സൂപ്പർ നെറ്റ് ഫാബ്രിക് ആണ്. പ്യുവർ വൈറ്റിൽ വൈറ്റ് കളർ എംബ്രോയിഡറി ആണ്. ഇത്രയും റിച്ച് ആയിട്ട് ആ രണ്ട് ബോർഡറിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു സാരിക്ക് പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ചന്ദേരി മിക്സ് ഫാബ്രിക്കിൽ വരുന്ന പ്ലെയിൻ കളർ ബ്ലൗസാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നെറ്റിൻ്റെ ഒക്കെ വർക്കുള്ള, അതായത് ചെറിയ സെൽഫ് എംബ്രോയിഡറി ഒക്കെ ഉള്ള പോലത്തെ വർക്കൊക്കെ ഉള്ള ബ്ലൗസ് വെച്ച് വേണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം. പ്ലെയിൻ ബ്ലൗസ് വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. കാരണം ഈ സാരി ഇത്രയും ഹെവി ആയിട്ട് വർക്കുള്ളത് കൊണ്ട് തന്നെ ബ്ലൗസ് റിച്ച് ആവണം എന്നില്ല. ആ ഒരു സാരിയുടെ ഫുൾ ആ ഒരു ലുക്ക് ഇത്രയും ഹെവി ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടുത്ത് വരുമ്പം ഈ ഒരു സാരിയുടെ ഫുൾ വർക്ക്, സാരിയിലെ വർക്ക് മാത്രം ഹൈലൈറ്റഡ് ആയിട്ട് കാണാനും പറ്റും. അപ്പം ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കണം താല്പര്യമാണ് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞതുപോലെ 3375 റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സോഫ്റ്റ് കോട്ട സാരിയാണ്. ഇതിനകത്ത് വൈറ്റ് കളറിലെ സെൽഫ് എംബ്രോയിഡറിയും വരുന്നുണ്ട്. അതുപോലെ ഹൈലൈറ്റഡ് ആയിട്ടൊരു ബ്ലൂ കളറിലെ എംബ്രോയിഡറി വരുന്നുണ്ട്. ഈ സെയിം പാറ്റേണിലുള്ള ഒരു സാരി നമ്മുടെ ക്രിസ്മസ് കളക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂവിന് പകരം റെഡ് വരുന്നത് പോലെ റെഡ് വൈറ്റ് കോമ്പിനേഷന് വരുന്ന ഒരു സാരി പാറ്റേൺ നമ്മുടെ ഈ ക്രിസ്മസിന് നമുക്ക്
ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല കസ്റ്റമർ റിവ്യൂ ഉണ്ടായിരുന്നു ഒരു സാരി പാറ്റേൺ. ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് ആ സെയിം പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ. റെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞ ആ സെയിം കളർ കോമ്പിനേഷൻ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈസ്റ്ററിന് അതിൻ്റെ ഒരു ബ്ലൂ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ബ്ലൂ ആകുമ്പോഴത്തേനും നമുക്ക് എവർ ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലൂ വൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസ്റ്ററിന് നമ്മൾ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. വൈറ്റ് പ്യുവർ വൈറ്റ് സാരീസ് വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു കളർ കൂടെ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സാരിയാണ്. ഇതിന് ബ്ലൂ ബ്ലൗസ് ഇട്ട് വെയർ ചെയ്യുമായിരിക്കും കൂടുതൽ ഭംഗി വൈറ്റ് കളർ ബ്ലൗസിനേക്കാൾ. ഇതിന്റെ വിത്ത് ബ്ലൗസ് വൈറ്റ് കളറാണ്. എന്നാലും നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ പിന്നെ ഒരു ഹൈലൈറ്റഡ് വർക്ക് വരുന്ന ആ ലൈറ്റ് ബ്ലൂ കളറിലെ വർക്ക് ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സാരിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാകുന്നത്. വൈറ്റ് ബ്ലൗസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, വൈറ്റ് ബ്ലൗസ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അങ്ങനെയും പെയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞുള്ള ഈ ബ്ലൂ വർക്ക് കുറച്ചുകൂടി ഇറച്ച് കാണാൻ പറ്റും. എന്നാലും ബ്ലൂ ബ്ലൗസ് ഇട്ട് വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ എൻഡ് നമുക്ക് ഇതുപോലെ ടാസിൽസ് വരുന്നത്. ടാസിൽസ് വരുമ്പോൾ വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് ടാസിൽസ് വരുന്നത്. ഈ ത്രെഡ്സിനകത്ത് ബ്ലൂ ത്രെഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ഉണ്ടായിരുന്നു, ആ റെഡ് കോമ്പിനേഷൻ വരുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. റെഡും വൈറ്റും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനിലായിരുന്നു ആ ഒരു ടാസിൽസ് ഒക്കെ വന്നിരിക്കുന്നത്. സെയിം ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഡിസൈൻസിനൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ആ ഒരു സാരിയുടെ പാറ്റേൺ ഒക്കെ സിമിലർ ആയി. ഇതിന്റെ ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്നു. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫുൾ ബോഡി എംബ്രോയിഡറി ഉള്ള സാരീസ് പോലെ തന്നെ ഇതിന്റെ സാരിയുടെ ഹാഫ് പോർഷൻ തൊട്ട് ഫുൾ ബോഡി എംബ്രോയിഡറി ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേനും വരുമ്പം അതിന്റെ ആ ഒരു മുട്ടിന് താഴെ വരുന്ന പോലത്തെ എംബ്രോയിഡറി വരുന്ന പോലെയാണ് സാരീസ് വരുന്നത്. ഇതുപോലെ ഒരു ഹാഫ് പോർഷൻ തൊട്ട് ഫുൾ സാരിയിലും എംബ്രോയിഡറി വരും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മുട്ടിന് താഴെ വരുന്ന പോർഷൻ തൊട്ട് എംബ്രോയിഡറി വരും. ഉടുത്ത് വരുമ്പം കാണുന്ന അത്രയും പോർഷനിൽ വരുന്ന പോലെ എംബ്രോയിഡറി വരുന്ന സെയിം സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. വൈറ്റിൽ വൈറ്റ് എംബ്രോയിഡറി, ഹൈലൈറ്റഡ് ആയിട്ട് ഈ ബ്ലൂ എംബ്രോയിഡറി വരുന്ന പോലത്തെ സാരി പാറ്റേൺ ആണ്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 2725 ആണ്. 2725 ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. വൈറ്റ് സാരീസ് നമുക്ക് ഓൾറെഡി ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്, ഒത്തിരി ഡിമാൻഡിങ്ങും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട്. റീസ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. എല്ലാ പാറ്റേൺസും ഒക്കെ നമുക്ക് റീസ്റ്റോക്ക് ആവാനും ചാൻസ് കുറവാണ്. കാരണം ഈ പറഞ്ഞ ഇപ്പൊ ഈ ഒരു ഈസ്റ്ററിന്റെ ഒക്കെ കളക്ഷൻസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചിലപ്പം ഈസ്റ്ററിന് മുമ്പ് നമുക്ക് ഈ സെയിം പാറ്റേൺസ് ഇനിയും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ മാക്സിമം പുതിയ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. സെയിം റിപ്പീറ്റഡ് കളക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കാതെ പുതിയ പുതിയ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിം പാറ്റേൺ തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എൻക്വയറി വന്നാൽ ചാൻസസ് കുറവാണ്. അപ്പം ഈ സെയിം പാറ്റേൺസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നേരത്തെ നമുക്ക് റെഡിന്റെ എൻക്വയറീസ് വന്നവർക്ക് ബ്ലൂ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും ഈ ഒരു സാരി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് പേസ്റ്റൽ കളർ സാരീസ് കാണിക്കാം. പേസ്റ്റൽ കളർ സാരീസ് നമ്മൾ ആദ്യം കാണിച്ച സാരി പോലെ നെറ്റ് കട്ട് വർക്കിന്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് പേസ്റ്റൽസിൽ എപ്പോഴും വരുന്നത്. നമുക്ക് പേസ്റ്റൽസിൽ എപ്പോഴും വരാറുള്ള പീച്ച് കളർ കോമ്പിനേഷനാണ്, മീൻസ് പീച്ച് കളറാണ്. പീച്ച് കളറിൽ നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഞാൻ വൈറ്റിൽ കാണിച്ച ആ ഒരു സാരിയുടെ ഡിസൈൻ അല്ല, ഫ്ലവറിന്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ സാരിയുടെ എൻ പോർഷൻ, അതായത് പല്ലു പോർഷനാണ്. പല്ലു പോർഷനിൽ വരുമ്പോഴത്തേനും ഇതുണ്ട് ഈ ഒരു പാറ്റേണിൽ അതിന്റെ ആ ഒരു നെറ്റ് കട്ട് വർക്ക് വന്നിരിക്കുന്നത്. 2 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ വരുന്ന പാറ്റേൺ വന്നിട്ട് ബോർഡറിന്റെ എൻഡ് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന പോലെ ഫിനിഷ് ചെയ്തതിന്റെ ഇടഭാഗം നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ വന്നിരിക്കുന്ന പോലെയാണ്. ഈ സാരീസ് ഒക്കെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പീച്ച് കളർ ആണെങ്കിലും ഇച്ചിരി ഒരു നമ്മൾ നേരത്തെ സാരീസിലുണ്ടായിരുന്ന പീച്ചല്ല, ഇച്ചിരി പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡല്ല, ഒരു നമുക്ക് പിങ്കിന്റെയും പീച്ചിന്റെയും മിഡിൽ നിൽക്കുന്ന പോലത്തെ ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഡിസൈൻസ് ഈ ഒരു എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനിലും ഈ പറഞ്ഞ പോലെ ആ നെറ്റ് കട്ട് വർക്കിന്റെ പാറ്റേൺ 3-4 ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരുന്ന പോലെ ഇച്ചിരി വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലത്തെ സിംഗിൾ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഫുൾ ബോഡിയിലും ഈ ഒരു ഫ്ലവർ പാറ്റേണും അതുപോലെ ബോർഡറും വരും. ഫുൾ ബോഡി ആ ബോർഡർ വരുന്ന പോലെ തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അതുകൊണ്ടോ ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട്. അതുപോലെ ആ ഒരു ബോർഡർ പോർഷനിൽ ഈ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേണും വന്നിട്ടുള്ളത് പോലെ തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ സോഫ്റ്റ് കോട്ടയിലൊക്കെ കാണിച്ചതുപോലെ ആ ഒരു ചന്തേരി മിക്സ് വരുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. അതിൻ്റെ സ്ലീവ്സിലും ഈ സെയിം ഫ്ലവർ പാറ്റേൺ നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ വരുന്നത് പോലെ സെയിം കുറച്ചുകൂടെ ലൈറ്റ് ഈ ഒരു
സെയിം ഷെയ്ഡെന്ന് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല, അതൊരു ഷെയ്ഡില്ല. ഈ ചന്തേരി മിക്സ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈ പീച്ചിന്റെ ലൈറ്റർ ഷെയ്ഡ് വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സാരിയിൽ കാണാൻ പറ്റും. നമ്മുടെ സാരിയും ബ്ലൗസും തമ്മിൽ കുറച്ചൊരു ഒരു മെറ്റീരിയൽ ഡിഫറൻസിന്റെ കളർ ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡും ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലും വന്നിരിക്കുന്ന പോലെയാണ് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ് ഫ്ലവർ ഇതിൽ നന്നായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് കാണും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 2879 ആണ്, 2879 ആണ്. അപ്പം നെറ്റ് കട്ട് വർക്കിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കട്ട് വർക്ക് ഡിസൈൻസിന് കുറച്ചുകൂടെ റേറ്റ് ഡിഫറൻസ് വരും. നമ്മുടെ നോർമൽ സോഫ്റ്റ് കോട്ട സാരീസിലാണെങ്കിൽ പോലും ഓൾറെഡി ഈ ഒരു സ്കാലപ്പ് വർക്കും ഇതുപോലത്തെ നെറ്റിന്റെ വർക്കും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് എംബ്രോയിഡറി കൂടെ കൂടിയാണല്ലോ, എംബ്രോയിഡറി വർക്കിന്റെ കൂടെ അഡീഷണൽ ആയിട്ടാണ് ഇതുപോലത്തെ ഈ നെറ്റ് വർക്കും ഈ ഒരു സ്കാലപ്പ് വർക്കും ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ എംബ്രോയിഡറി സോഫ്റ്റ് കോട്ട സാരീസിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഡിഫറൻസ് വരും. അതുകൊണ്ട് തന്നെ ഇതിന് 2879 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഇതിന് 1-2 കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഷെയ്ഡ്സ് നമുക്ക് കാണാം. ഇത് നമ്മുടെ ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഈ പറഞ്ഞ പോലെ നെറ്റ് കട്ട് വർക്കിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ വന്നിരിക്കുന്നത്. സെയിം ഡിസൈൻ അല്ല, ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഈ ഡിസൈനിൽ. എക്സാക്ട് നെറ്റ് കട്ട് വർക്ക് പാറ്റേൺ ആണെന്നേ ഉള്ളൂ, എക്സാക്ട് സെയിം ഡിസൈനിലല്ല ഗ്രീൻ വന്നിരിക്കുന്നത്. ഗ്രീൻ വരുമ്പോഴത്തേനും ആ ഒരു ഫ്ലവറിന്റെ പാറ്റേണിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടോ, ശരി ഒരു ഡിഫറെന്റ് ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത് നേരത്തേക്കാളും. പക്ഷെ നല്ല ഭംഗിയുള്ള ആ ഗ്രീൻ നമുക്ക് നല്ല മൂവിങ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടയിൽ ഏറ്റവും മൂവിങ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡ് ഈ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ഉടുത്ത് വരുമ്പോഴൊക്കെ നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ ഒരു നമുക്ക് ഉടുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നുന്ന ഒരു നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ ഈ ഒരു ഫ്ലവർ പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇതിന്റെ ഫുൾ ബോഡി പോർഷനിൽ വരുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ സാരിയിൽ വരുന്നത്. ഫുൾ ബോഡിയിലും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അതുപോലെ ഫുൾ ബോർഡർ ഈ നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുമ്പോഴത്തേന് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഫുൾ ബോഡിയിൽ ഇതുപോലെ ഈ ഒരു ഫ്ലവർ പാറ്റേണിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ചന്തേരി ഫാബ്രിക്കിലാണ് ആ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ലീവിൽ ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെ, അതായത് നമ്മുടെ ആ ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ഫ്ലവർ പാറ്റേൺ വന്നിരിക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു സ്ലീവും വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആണ്, എന്നാൽ നെറ്റ് കട്ട് വർക്കിന്റെയും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ ഒക്കെ ഫുൾ എലഗൻസ് വരുന്നത് പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളക്ഷനാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന കട്ട് വർക്ക് പാറ്റേണിനേക്കാളും ഒക്കെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ് കട്ട് വർക്ക് പാറ്റേണുമാണ്. അതുപോലെ ആ ഒരു വർക്കാണെങ്കിലും നല്ല സിമ്പിൾ വർക്കാണ്, എന്നാൽ കാണാൻ നല്ല റിച്ച് ആയിട്ടുള്ള വർക്കുമാണ്. ഉടുത്ത് വരുമ്പോൾ വിത്ത് ബ്ലൗസ് കൂടെ ഒക്കെ തയ്ച്ച് ഉടുത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും. പ്രൈസ് വരുമ്പോൾ സെയിം തന്നെയാണ്, 2879 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ്. ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡിലെ വർക്ക് നമുക്ക് ആദ്യം പീച്ചിൽ കണ്ട സെയിം ഡിസൈൻ ആണ്. നമുക്ക് ആ ഒരു കട്ട് വർക്കിന്റെ ഡിസൈൻസ് എല്ലാം പീച്ചിൽ കണ്ട സെയിം ഡിസൈൻ ആണ്. ഗ്രീൻ മാത്രമേ ഉള്ളൂ ചെറിയ ചേഞ്ച് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് ഒരു നമ്മൾ ആ നേരത്തെ പീച്ചിൽ കണ്ട സെയിം ആ ഒരു പാറ്റേൺ തന്നെയുള്ള വർക്കാണ്. മീൻസ് പാറ്റേൺ മീൻസ് ആ ഒരു ഡിസൈൻസ് ഫ്ലോറൽ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. ലാവൻഡറിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഡിസൈൻ ആണ്. നമുക്ക് നേരത്തെ കോട്ട സാരിയിലാണെങ്കിൽ, അതായത് ഫുൾ എംബ്രോയിഡറി കോട്ട സാരി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചതിൽ ലാവൻഡറിന് ഭയങ്കര എൻക്വയറീസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും അതിന്റെ ലാവൻഡർ ആയിരുന്നു ഏറ്റവും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നമുക്കിപ്പോൾ ലാവൻഡർ സ്റ്റോക്കിലുണ്ട്. അപ്പൊ ലാവൻഡർ കളർ മാത്രം പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് വർക്ക് ഏതാണെങ്കിലും ലാവൻഡർ കളർ സാരി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഫുൾ ബോഡി മറ്റേ ഒരു സാരീനേക്കാളും കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഫുൾ ബോഡി എംബ്രോയിഡറി അല്ല, ഫുൾ ബോഡി ഈ ഒരു കട്ട് വർക്ക് പാറ്റേൺ ആണ്, നെറ്റ് കട്ട് വർക്കിന്റെ. അതുപോലെ ഈ ഒരു ബോർഡറും നോർമലി നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ ബോർഡർ അല്ല, നല്ല ഭംഗിയുള്ള നെറ്റ് കട്ട് വർക്കിന്റെ ബോർഡർ ആണ്. ഞാൻ ഓൾറെഡി കാണിച്ചതാണ് ഫുൾ, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിട്ട് ഉടയ്ക്കുന്നില്ല. ഇതിനകത്തും ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആയിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ തന്നെ ബ്ലൗസ് വന്നിട്ട് സ്ലീവിൽ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ബ്ലൗസ് വരുന്നത്. ഇതുണ്ട് സെയിം ആ ഒരു ഫ്ലവർ പാറ്റേൺ. കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡിലാണ് നമ്മൾ നേരത്തെ പീച്ചിൽ കണ്ടതുപോലെ. ലാവൻഡറിന്റെ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണ് ബ്ലൗസ് വരുന്നത്. അതിന്റെ സ്ലീവിൽ ഈ ഒരു ഫ്ലവർ പാറ്റേൺ, രണ്ട് സ്ലീവിൽ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത് പോലെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഇതിന്റെ പ്രൈസ് സെയിം ആയിട്ട് തന്നെ വരുന്നത് 2879 ആണ് ഒരു സാരീസിന്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത്രയും സാരി കളക്ഷനാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്ന വീഡിയോസിൽ വൈറ്റിന്റെ കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ പേസ്റ്റൽ സാരീസും സോഫ്റ്റ് കോട്ട സാരീസും ഒക്കെ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പുതിയ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന സാരീസ് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കഴിവതും
നമുക്ക് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് കോൾസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1 month ഒരു ബേബി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കോൾസ് എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് കാണുമ്പം എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആ മെസ്സേജ് കണ്ടിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ അവരെ കൊണ്ടാണെങ്കിലും തിരിച്ച് റിപ്ലൈ ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് പറയുക, കഴിവതും കോൾസ് ആയിട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.